വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആഴ്ചയിലെ അവസാനത്തെ 2 ദിവസത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാണ്ട് ചിലവർ US-ലും അങ്ങനെ വെസ്റ്റേൺ കൺട്രീസിലുള്ള പല ആൾക്കാരും TGIF എന്ന് പറയും. താങ്ക് ഗോഡ് ഇറ്റ്സ് ഫ്രൈഡേ. ഇന്ന് ഫ്രൈഡേ ആണ്, കർത്താവ് ഉണ്ടാക്കിയൊരു ഫ്രൈഡേ ആണ്. സോ വി സേ താങ്ക് ഗോഡ് ഇറ്റ്സ് ഫ്രൈഡേ. അവർ പറയുന്നത് ജോലിയൊക്കെ കഴിയാറായി, അല്ലെങ്കിൽ ക്ലാസ്സൊക്കെ ഇനി ഇല്ല, ഇന്നത്തെ ദിവസം കൊണ്ട് ജോലിയും ക്ലാസ്സൊക്കെ കഴിയുമെന്നൊക്കെ, അതുകൊണ്ടാണ് അവർ താങ്ക് ഗോഡ് ഇറ്റ്സ് ഫ്രൈഡേ എന്ന് പറയുന്നത്. ബട്ട് നമുക്ക് കർത്താവ് ഒരു പുതിയ ദിവസം തന്നിരിക്കുകയാണ്, ഒരു വീക്കെൻഡ് തന്നിരിക്കുകയാണ്. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പോവുകയാണ്. സോ വി വെൽക്കം എവറിബഡി. മോർണിംഗ് ഗ്ലോറി കാണുന്ന സകല ബ്ലെസ്സിംഗ് ടുഡേ വ്യൂവേഴ്സിനെയും ബ്ലെസ്സിംഗ് ടുഡേ ഫാമിലിയെയും ചർച്ച് മെമ്പേഴ്സിനെയും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് വെൽക്കം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ ഒരു കോ സ്പോൺസറുണ്ട്. എറണാകുളത്ത് നിന്നുള്ളൊരു വെൽവിഷറായിട്ടുള്ളൊരു സിസ്റ്ററാണ്. സിസ്റ്റർ പ്രാർത്ഥിക്കാൻ ഒറ്റൊരു വിഷയം പറഞ്ഞിട്ടുള്ളൂ, ഭവനത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി. നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ നീട്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ആ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക രക്ഷ ഈ കുടുംബത്തിലേക്ക് പ്രവേശിക്കട്ടെ. സിസ്റ്റർ ആദ്യമായി ഈ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ബട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനേകർ ഈ കുടുംബത്തിലേക്ക് കർത്താവ് രക്ഷ പ്രാപിച്ച് കർത്താവിനെ അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. യേശു ഈ കുടുംബത്തിൽ റിയലായി ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സിസ്റ്റർ, ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് പല വ്യക്തികളെ നിങ്ങളുടെ കുടുംബത്തിൽ സ്പർശിക്കാൻ പോവുകയാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കും എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. 1-2 പ്രധാന അനൗൺസ്മെൻറ്റ്സ് ഉണ്ട്. ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്ന് മുതൽ ചില വ്യത്യാസങ്ങൾ ബ്ലെസ്സിംഗ് ടുഡേയുടെ ലൈവ് പ്രോഗ്രാംസിൽ വരികയാണ്. ഇന്ന് നമുക്ക് ഹാർട്ട് ടു ഹാർട്ട് പ്രോഗ്രാം ഇന്ന് വൈകുന്നേരം, ഇന്ന് രാത്രിയാണ് നടക്കുന്നത്. ഡീറ്റെയിൽ സ്ക്രീനിലുണ്ട്. നമ്മുടെ ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ്, അതിന് പകരമാണ് ഹാർട്ട് ടു ഹാർട്ട് ഓൺലൈൻ എക്സ്പീരിയൻസ് നടക്കുന്നത്. സോ വീടുകളിൽ നിന്ന് തന്നെ എല്ലാവർക്കും കേൾക്കാം, ആരും നേരിട്ട് ചർച്ചിൽ വരണ്ട. ഹാർട്ട് ടു ഹാർട്ട് ഇന്ന് രാത്രി 7 മണിക്ക് നടക്കുന്നു. അപ്പോൾ തന്നെ ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ്, ഫ്രൈഡേ നൈറ്റ് മീറ്റിംഗ് മാസത്തിൽ ഒരിക്കലായിരിക്കും. അത് നമ്മുടെ എൻകൗണ്ടർ നൈറ്റ് ആയിരിക്കും, അത് നമ്മുടെ നൈറ്റ് പ്രെയർ ആയിരിക്കും. അത് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. പ്രത്യേക അറിയിപ്പ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമുക്ക് May 21 നമ്മുടെ ടീനേജേഴ്സിന് വേണ്ടി, കൗമാരപ്രായമുള്ള വ്യക്തികൾക്ക് വേണ്ടി, 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി നടക്കുന്നു. അതിലേക്ക് മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെ അയക്കുക. എല്ലാ ബ്ലെസ്സിംഗ് സെൻറ്റേഴ്സിൽ നിന്നുള്ള ടീൻസ് കടന്നു വരിക. 1 ഡേ ഇവൻ്റാണ്. രാവിലെ വന്ന് തിരിച്ച് വൈകുന്നേരം തന്നെ പോകാം. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളെല്ലാം റെഡിയായി, എക്സൈറ്റഡായി അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സോ സെൻഡ് യുവർ ചിൽഡ്രൻ ഫോർ ജെൻസി സമ്മിറ്റ്. ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആൻഡ് സ്റ്റുഡൻറ് ബ്ലെസ്സിംഗ് പ്രെയർ തിരുവനന്തപുരം, മെയ് 10 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ബ്രദർ ഡാമിയൻ ആന്റണിയും സിസ്റ്റർ ക്ഷമ ഡാമിയനും കുടുംബമായി ശുശ്രൂഷിക്കുന്നു. സ്ഥലം രാജധാനി ഓഡിറ്റോറിയം, കോട്ടയ്ക്കകം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ബാക്ക്. നമ്മുടെ ഈ ആഴ്ചയിൽ ചിന്തിക്കുന്ന ആ ഒരു സീരീസിലേക്ക് ഞാൻ വളരെ വേഗത്തിൽ വരികയാണ്. സഭകളെ തകർക്കുന്ന, വ്യക്തികളെ തകർക്കുന്ന, വ്യക്തികളെ കർത്താവ് വിളിച്ചിട്ടുള്ള വിളിയിലെത്തിക്കാത്ത, ഇടയ്ക്ക് വെച്ച് കുരുങ്ങിക്കിടക്കുന്ന, ജീവിതം സ്റ്റക്കായി പോകുന്ന, വളർച്ച മുരടിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പിശാച് ഉപയോഗിക്കുന്നൊരു തന്ത്രമാണ് ഒഫൻസ്, അല്ലെങ്കിൽ ഇടർച്ചകൾ. മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന, ഹൃദയത്തിലേക്ക് ലഭിക്കുന്ന, മനസ്സിലേക്ക് ലഭിക്കുന്ന ആഘാതങ്ങൾ, അതിൻ്റെ മുറിവിലും അതിൻ്റെ ആഘാതത്തിലും പലരും ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ എല്ലാത്തിൽ നിന്നും പിന്മാറി, അല്ലെങ്കിൽ പ്രതികാര ചിന്തയോടുകൂടി മാറി കൂട്ടായ്മ വിട്ടുപോകുന്നു, സഭകളെ ഉപേക്ഷിച്ച് പോകുന്നു, ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് ചാടുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാം. എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലും ശുശ്രൂഷയിലും അനേകർ ചർച്ച് ഹോപ്പിംഗ്, ഒരു കൂട്ടായ്മയിൽ നിൽക്കുന്നു, വളരെ ആത്മാർത്ഥമായി ഒരുപക്ഷെ അവരോടെ ദൈവവേല ചെയ്യുക, അല്ലെങ്കിൽ ദേവദാസനോടുകൂടി, അല്ലെങ്കിൽ കൂട്ടായ്മയിൽ ആക്റ്റീവായി പങ്കെടുക്കുമ്പോഴായിരിക്കും ദേവദാസൻ്റെ അറിവോടുകൂടി അല്ലാതെയോ കൂട്ടു സഹോദരങ്ങളിൽ നിന്നോ, ഒരുപക്ഷെ ആ ദേവദാസനിൽ നിന്ന് തന്നെയോ ഒക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് പെട്ടെന്ന് അവർ ഏതായാലും രക്ഷിക്കപ്പെട്ടു പോയി, എവിടെയെങ്കിലും പോയി ആരാധിക്കണ്ടേ,
വീട്ടിലിരുന്ന് സമയം കളയണ്ട എന്ന് വെച്ച് വേറൊരു കൂട്ടായ്മയിൽ പോകുന്നു. ആ കൂട്ടായ്മയിൽ കുറച്ച് നാൾ അവിടെയും ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ പോകുമ്പോഴേക്ക് അവിടെയും അതുപോലെ തന്നെ പ്രശ്നം. ആദ്യത്തേതിനേക്കാൾ കുറച്ചുകൂടി ഡിഗ്രി കൂടിയതായിരിക്കും അവിടെ സംഭവിക്കുന്നത്. അവിടെ നിന്ന് മറ്റൊരു സഭയിലേക്ക് പോകുന്നു. അവിടെയും കുറേ നാൾ പോയി കഴിയുമ്പോൾ അവിടെയും പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല. പിന്നെ വലിയ പ്രിജുഡീസ് അകത്തുവരിക. മുൻവിധിയോടുകൂടിയാണ് ഒരു സഭയിലേക്ക് പോകുന്നത് തന്നെ. എല്ലാം കള്ളന്മാരാണ്, ആരും ശരിയല്ല. ഒരെണ്ണം സ്വർഗത്തിൽ പോകാനുള്ളതെന്നല്ല. വചനം ഇങ്ങനെ വായിക്കുന്നതല്ലാതെ ആരും വചനമൊന്നും അനുസരിക്കുന്നില്ലെന്നേ. ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുകൾ അകത്തുണ്ടായി കുറേ കഴിയുമ്പോൾ ഇതിലെ പലരും ഒന്നുകിൽ ഓരോ കൂട്ടായ്മയിൽ നിന്ന് കൂട്ടായ്മയിലേക്ക് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവർ തന്നെ പ്രശ്നം ഉണ്ടാക്കും. കാരണം ഹേർട്ടിങ് പീപ്പിൾ ഹേർട്ട് പീപ്പിൾ. ഇവർ മുറിവേറ്റ വരുന്നത് മറ്റുള്ളവരെ അവർ മുറിവേൽപ്പിക്കും. അവസാനം ഇവർ പലരും വീട്ടിൽ തന്നെ ഇരുന്ന് ഓൺലൈൻ കാണാം, ടി വിയിൽ കാണാം. നമുക്കെല്ലാവർക്കും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമുക്കൊരു കൂട്ടായ്മ തുടങ്ങാം. നമുക്ക് 2 കുടുംബങ്ങൾ നമുക്ക് ഇരുന്നങ്ങ് പ്രാർത്ഥിക്കാം. ഇനിയിപ്പോൾ ആരും വേണ്ട, ഒരു പാസ്റ്ററും വേണ്ട, ഒരു കൂട്ടായ്മക്കാരും വേണ്ട. നമുക്ക് നമ്മുടെ കാര്യം നോക്കി നമുക്കിരുന്നങ്ങ് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പോകുന്ന എത്രയോ വിശ്വാസികളെ ഞാൻ കണ്ടിരിക്കുന്നു. സഭകളിൽ ഇതുപോലെ ഒഫൻഡഡായി പുറത്തു പോകുന്നവർ അകത്ത് മുറിവുകളും ചതവുകളും വിഷമൊക്കെ ആയിട്ടാണ് പുറത്തു പോകുന്നത്. അവരത് ഈ വിഷമിറക്കുന്ന ചികിത്സ ചെയ്യാത്തത് കൊണ്ട് അകത്ത് നിന്നും ആ അൺഫോർഗീവ്നെസ്സും മറ്റുള്ളവർ ക്ഷമിക്കാത്ത ആ രീതിയെല്ലാം എടുത്ത് കളയാതെ പുറത്തു പോകുന്നത് കൊണ്ട് അവർ എവിടെ പോയാലും നന്നാവില്ല. മാത്രമല്ല, ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ പോയാൽ അവിടെ പ്രശ്നം റിപ്പീറ്റ് ചെയ്യും. 3ാം ക്ലാസ് പാസ്സാകാത്ത ഒരു കുട്ടി എങ്ങനെ 4ാം ക്ലാസ്സിലേക്ക് പോകും? 3ാം ക്ലാസ് ഒരു സ്കൂളിൽ ഒരു കുട്ടി പ്രശ്നം ഉണ്ടാക്കുക. ടീച്ചേഴ്സ് പറഞ്ഞു ഇവിടുന്ന് കൊണ്ടുപോകും, TC തരാം, കൊണ്ടുപോകും. അടുത്ത സ്കൂളിൽ 4ാം ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തും, 3ൽ തന്നെ ഇരുത്തും. അവിടെയും പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നത്തെ സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ പറയും 3ാം ക്ലാസ് പാസ്സായിട്ടില്ല, 3ാം ക്ലാസ്സിൽ തന്നെ ഇരുന്നാൽ മതി. 10 വർഷം വേണമെങ്കിലും 3ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കാം, 25 വർഷം വേണമെങ്കിലും ഇരിക്കാം. 25, 30, 40, 50 വർഷം ഒരേ ക്ലാസ്സിലിരിക്കുന്ന അനേക വിശ്വാസികളുണ്ട്. അവരൊരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് ചാടി പോയിക്കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ കുറേ കഴിയുമ്പോൾ മടുത്തു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. അതേസമയം എല്ലാവരും മനുഷ്യരാണ്. കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറഞ്ഞു, ഇടർച്ചകൾ ഉണ്ടാകേണ്ടത് ആവശ്യം. ഇടർച്ചകൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലെന്ന് കർത്താവ് പറഞ്ഞില്ല. വരുത്തുന്നവൻ അയ്യോ ഇഷ്ടം. ഞാൻ ആദ്യം മുതൽ പറഞ്ഞൊരു കാര്യമാണ്, 2 കൂട്ടരാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ദ ഒഫൻഡഡ്, 2 ദ ഒഫൻഡർ. ഈ പ്രശ്നം ഇടർച്ച വരുത്തുന്നയാളുമുണ്ട്, ഇടർച്ചയുടെ ഇരയായി തീർന്നവരുമുണ്ട്. ഇതിൽ ഈ 2 ഭാഗത്തും നമ്മൾ വരാം. ചില സമയത്ത് നമ്മളാണ് മറ്റുള്ളവർക്ക് ഇടർച്ച. ഇങ്ങനെ 2 സിനേറിയോയിലും സംഭവിക്കാം. എന്നാൽ ഇതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ പ്രോഗ്രസ് ഇല്ല. നമ്മൾ പോലും അറിയില്ല. കാര്യങ്ങളൊക്കെ നടന്നു പോകും. പക്ഷെ ദൈവം വെച്ച ഡെസ്റ്റിനിയിലേക്ക് നമ്മൾ എത്തുമോ? അതുകൊണ്ട് ഇതിനെ വളരെ ഗൗരവപൂർണമായിട്ട് എടുക്കണം. ഇനിയും ചില കാര്യങ്ങൾ ലളിതമായി, അപ്പോൾ തന്നെ വളരെ ആഴമേറിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 55 പോകാം. 12 മുതൽ 14 വരെയുള്ള വചനങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഇത് ദാവീദാണ് എഴുതുന്നത്. If an enemy were insulting me, I could endure it. If a foe were raising himself against me, I could hide from him. But it is you, a man like myself, my companion, my close friend, with whom I once enjoyed sweet fellowship, as we walked with the throng at the house of God. ഇത് മലയാളം കൂടി വായിക്കുന്നത് നല്ലതാണ്. എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു. അതിൻ്റെ അർത്ഥം, ഒരു ശത്രുവായി നമ്മളോട് ശത്രുതാ മനോഭാവത്തോടുകൂടി നിൽക്കുന്ന ഒരാളിൽ നിന്നും ഒരിക്കലും നമ്മൾ നല്ലത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഇവിടെ പറയുന്നത്, എന്നെ നിന്ദിച്ചത് ഒരു ശത്രു അല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. ശത്രുക്കൾ നമ്മളോട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ
അവരിൽ നിന്ന് വേറൊരു പ്രതീക്ഷയില്ലല്ലോ. നല്ലത് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഒരു പക്ഷെ അത് വിട്ടുകളയും, അതേ ഉള്ളൂ. അകത്തോട്ടൊത്തിരി കയറില്ല. പക്ഷേ എൻ്റെ നേരെ വമ്പ് പറഞ്ഞത്, എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ മറഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. അപ്പോൾ ദാവീദ് പറയുന്നത്, ദാവീദിന് ഭയങ്കരമായ ഒരു ഹേർട്ടുണ്ടായി, വേദനാജനകമായ ഒരു അനുഭവം ഉണ്ടായിരിക്കും. അത് വരുത്തിയത് ശത്രുവായ ഒരാളല്ല, തൻ്റെ പ്രാണസ്നേഹിതനായിരുന്നു, തൻ്റെ സഖിയായിരുന്നു. കൂടാതെ നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്ത് പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ. മീനിങ് ഒരേ കൂട്ടായ്മയിൽപ്പെട്ടവർ. ശ്രദ്ധിക്കണേ, കൂട്ടായ്മക്കാരനാണ്, തന്നോടൊപ്പം പ്രാണസഖിയായി നിന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഒരു പ്രിൻസിപ്പിൾ ഒളിഞ്ഞു കിടക്കുന്നു. ഒഫൻസ് യൂഷ്വലി കംസ് ബൈ എ ക്ലോസ് ഫ്രണ്ട്. ഒരു പ്രാണസഖിയെ പോലെ വളരെ അടുത്ത ഉറ്റവരിൽ നിന്നാണ് കൂടുതൽ ആഴത്തിലുള്ള മുറിവുകൾ വരുന്നത്. കേട്ടായിരുന്നോ? വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വരുന്ന മുറിവുകൾ ആഴമുള്ള മുറിവുകളായിരിക്കും. ശത്രുക്കളിൽ നിന്ന് വരുന്നത് അത്ര ആഴം കാണില്ല. വി വിൽ ട്രൈ ടു ഫൈറ്റ് ബാക്ക്, വി വിൽ ട്രൈ ടു ഡിഫെൻഡ്. നമ്മുടെ അകത്തോട്ട് കയറ്റാതിരിക്കും. ശത്രുവിൽ നിന്ന് അതിൻ്റെ അപ്പുറത്ത് എന്താ പ്രതീക്ഷിക്കാനുള്ളത്? പക്ഷെ ഇവിടെ പ്രതീക്ഷ അതായിരുന്നില്ല. സ്നേഹം പ്രതീക്ഷിച്ചു, ഊഷ്മളത പ്രതീക്ഷിച്ചു, നല്ല വാക്കുകൾ പ്രതീക്ഷിച്ചതിന് പകരം നിന്ന് വന്നു. ഒരിക്കലും ദാവീദ് അത് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആരെക്കുറിച്ചാണ് ദാവീദ് ഇത് പറയുന്നത്? കോണ്ടക്സ്റ്റിൽ നിന്ന് വേദപഠിതാക്കൾ മനസ്സിലാക്കി പറയുന്നത്, അഹിത്തോഫെൽ എന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ദാവീദിനോടൊപ്പം. ദാവീദിൻ്റെ ഒരു കൗൺസിലറായിരുന്നു, ദാവീദിൻ്റെ ഉപദേഷ്ടാവായിരുന്നു, ഒരു ഉപദേശകനായിരുന്നു. രാജ്യതന്ത്രങ്ങളിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ, ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അഹിത്തോഫലിനെ വിളിച്ച് ചോദിക്കും, നമ്മൾ എന്താ ചെയ്യണ്ടേ, നമ്മൾ എന്ത് കത്താണ് എഴുതേണ്ടത്, നമ്മൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്. ഇദ്ദേഹം ജ്ഞാനമുള്ളൊരു മനുഷ്യനായതുകൊണ്ട് നല്ല നല്ല പ്ലാനുകൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ദേവാലയത്തിൽ പോയി പ്രാണസഖിയായി ക്ലോസ് ഫ്രണ്ടായി നിന്ന അഹിത്തോഫേൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ മകൻ അബ്സാലോം തനിക്കെതിരെ ഒരു വലിയ റെബല്യനുമായി എഴുന്നേറ്റു. തനിക്കെതിരെ ജനങ്ങളെ എല്ലാം കൂട്ടി എതിരെ നിൽക്കാൻ തുടങ്ങിയ സമയത്ത്, ശ്രദ്ധിച്ച് കേൾക്കണം, അബ്സാലോം ഈ അഹിത്തോഫലിനെ ഇൻവൈറ്റ് ചെയ്തു. അപ്പം അദ്ദേഹം പക്ഷം മറിഞ്ഞ് അപ്പനെ വിട്ടിട്ട് മകൻ്റെ പക്ഷത്ത് കയറി. എന്നിട്ട് കുതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. കാരണം ദാവീദിൻ്റെ A to Z അദ്ദേഹത്തിന് അറിയാം. കൊട്ടാരത്തിലെ വിശേഷങ്ങളും അന്തരപുരത്തിലെ വിശേഷങ്ങളും പ്രൈവറ്റ് ലൈഫും പബ്ലിക് ലൈഫും എല്ലാം അഹിത്തോഫലിന് അറിയാം. അതുകൊണ്ട് ഇന്ന രീതിയിൽ ചെയ്യണം, നിൻ്റെ അപ്പനെ നിന്ദിക്കാൻ ഇന്ന, അപ്പനെ കീഴ്പ്പെടുത്താൻ ഇന്ന, അപ്പനെ അവഹേളിക്കാൻ ഇന്നതാണ് ചെയ്യണം. ഇങ്ങനെ അഹിത്തോഫേൽ ആ പക്ഷത്ത് ചേർന്ന് ദാവീദിനെ വഞ്ചിച്ച് ബിട്രേ ചെയ്ത് അപ്പുറത്തെ പക്ഷത്ത് ചേർന്നു. ഓ മൈ ഗോഡ്! ഈ നിങ്ങൾ എത്ര പേര് ദാവീദിൻ്റെ സ്റ്റോറി ഈ സൺഡേ സ്കൂളിൽ കേൾക്കുന്നതോ അല്ലെങ്കിൽ ഫിലിമിൽ കാണുന്നതല്ല, ദാവീദിൻ്റെ സ്റ്റോറി വേദപുസ്തകത്തിൽ അനേക ചാപ്റ്ററുകളിൽ പറഞ്ഞിട്ടുള്ളത് എത്ര പേർ വായിച്ചിട്ടുണ്ട്? അത് വായിക്കുമ്പോൾ അറിയാം താൻ കടന്നുപോയ പാതകൾ, കണ്ണുനീരിൻ്റെ പാതകൾ, ഒറ്റപ്പെടുത്തലുകൾ, ചില സമയത്ത് ഭയങ്കര ഹൈറ്റിൽ നിൽക്കുമ്പോഴായിരിക്കും ഒരു ഒറ്റ വീഴ്ച, കൂടെ നിന്നവർ തന്നെ ചതിക്കുന്നത്. ഇങ്ങനെയുള്ള ഒത്തിരി വേദനാജനകമായ അനുഭവങ്ങളിലൂടെ അദ്ദേഹം പോകുന്നുണ്ട്. ഇതിൻ്റെ റിഫ്ലക്ഷൻസ് ആണ് ഈ സങ്കീർത്തനങ്ങളിലൊക്കെ കിടക്കുന്നത്. ഇവിടെ അത് തന്നെയാണ്. ഈ അഹിത്തോഫേൽ എന്ന ഈ മനുഷ്യൻ 2 ശമൂവേൽ 15:12 while Absalom was offering sacrifices, he also sent for Ahithophel the Gilonite, David's counselor, to come from Gilo, his hometown. And so the conspiracy gained strength and Absalom's following kept on increasing. ഈ അഹിത്തോഫേൽ ഇപ്പോൾ അബ്സാലോമിനോട് കൂടിയാണ്. അതിൻ്റെ അർത്ഥം ഇനി അബ്സാലോമിൻ്റെ പക്ഷത്തായിരിക്കും വിജയം എന്ന് മനസ്സിലാക്കി
ഒത്തിരി പേര് ആ ഒരു വലിയ ഈ കോൺസ്പിരസി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഈ ഗൂഢാലോചന, ഈ ഗൂഢാലോചനയോട് ചേർന്ന് അവിടെ ശക്തിപ്പെട്ടു എന്ന് അബ്ശാലോമിൻ്റെ ടീം ശക്തിപ്പെടാൻ തുടങ്ങി. അപ്പനെതിരെ മകൻ മത്സരിക്കുകയാണ്. 2 ശമൂവേൽ 15:31 എത്തുമ്പോൾ ദാവീദ് ചങ്കിൻ്റെ അകത്തുനിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ അഹീഥോഫേലിൻ്റെ ആലോചനകളെ നീ അഫലമാക്കി കളയണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിനെ ഫൂളിഷ്നെസ് ആക്കണേ, വിഡ്ഢിത്തരമാക്കി കളയണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അവസാനം ഈ അഹീഥോഫേൽ എന്ന ക്യാരക്ടർ ആത്മഹത്യ ചെയ്യുകയാണ്. താൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് കണ്ട് താൻ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കാണാം. 2 ശമൂവേൽ 17:23, 2 ശമൂവേൽ 17:23 ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ അതുപോലെ തന്നെ ഒരു രീതിയിൽ യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. യൂദാ ഇസ്കാരിയോത്ത ഇതുപോലെ തന്നെ സംഭവിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13:8, ബട്ട് ദിസ് ഈസ് ടു ഫുൾഫിൽ ദിസ് പാസേജ് ഓഫ് സ്ക്രിപ്ചർ, ഹി ഹൂ ഷെയർഡ് മൈ ബ്രെഡ് ഹാസ് ടേൺഡ് അഗെയിൻസ്റ്റ് മീ. എന്നോടൊപ്പം അപ്പം ഭക്ഷിച്ചവൻ എനിക്കെതിരായി തീർന്നിരിക്കുന്നു എന്ന വചനം നിവൃത്തിയാകാൻ തന്നെ. അപ്പോൾ 2 ഭാഗത്തും ദാവീദിൻ്റെ ജീവിതത്തിലും യേശുവിൻ്റെ ജീവിതത്തിലും സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. യൂദാ ഇസ്കര്യോത്ത യൂദാ യേശുവിൻ്റെ ഖജാൻജിയായിരുന്നു, അല്ലെങ്കിൽ ട്രഷററായിരുന്നു. കംപ്ലീറ്റ് മിനിസ്ട്രി മണി അദ്ദേഹമാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സാധാരണ രീതിയിൽ പണം കൈകാര്യം ചെയ്യുന്നയാൾ കൂട്ടത്തിൽ ഏറ്റവും വിശ്വസ്തനായി കൗണ്ട് ചെയ്യപ്പെടുന്ന ആളായിരിക്കും. ആണോ? നിങ്ങളുടെ കയ്യിലുള്ള കാശ്, നിങ്ങളുടെ ഒരു 10 ലക്ഷം രൂപയുണ്ട്, ഇതാരെയായിരിക്കും ഏൽപ്പിക്കുക? ഒരിക്കലും വഞ്ചിക്കില്ല, ഒരിക്കലും ചതിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ അല്ലേ സാധാരണ ഏൽപ്പിക്കുള്ളൂ. അതുകൊണ്ട് പത്രോസിനേക്കാളും ഈ യാക്കോബിനേക്കാളും യോഹന്നാനേക്കാളും ഫിലിപ്പോസിനേക്കാളും നഥനയേലിനേക്കാളും എല്ലാവരേക്കാളും തോമസിനേക്കാളും ഒക്കെ ആളുകളെല്ലാവരും വിശ്വസിച്ചിരുന്ന യൂദയെയാണ്. കാരണം യേശു പൈസ വിശ്വസിച്ച് ഏൽപ്പിച്ചേക്കുക. അങ്ങനെ കൗണ്ട് ചെയ്യപ്പെട്ട ആളാണ് പെട്ടെന്ന് അന്ത്യത്താഴം, ലാസ്റ്റ് സപ്പർ എന്ന് നമ്മൾ വിളിക്കുന്ന ആ പാസ് ഓവർ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്പകണ്ണം വാങ്ങി താൻ അവിടെ നിന്ന് ഒറ്റപ്പോക്ക് പോയി. നേരെ എതിർപക്ഷത്ത് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ, തൻ്റെ ശത്രുവായി തന്നെ കൊല്ലുവാൻ നോക്കുന്നവരുടെ അടുക്കൽ പോയി. ഇതുപോലെ തന്നെ താനും തൂങ്ങിച്ചെത്തു. അപ്പം ഇവിടെ അഹിത്തോഫേൽ തൂങ്ങിച്ചാവുന്നു, ഇവിടെ യൂദാ ഇസ്കറിയോത്ത തൂങ്ങിച്ചാവുന്നു. 2 പേരും 2 ക്യാരക്ടേഴ്സും ചെയ്തത് ഒരേ പരിപാടിയാണ്. എതിർപക്ഷം ചേർന്ന് അതുവരെ തീറ്റിപ്പോറ്റിയ, അതുവരെ പ്രാണസഖിയായി നിന്ന വ്യക്തിത്വത്തെ ചതിച്ച് മറുകണ്ഠം ചാടും. ഇതല്ല ഇവിടെ നടക്കുന്നത്. രാഷ്ട്രീയത്തിലൊക്കെ ഇത് പതിവാണ്, ഇതേ ഉള്ളൂ. രാഷ്ട്രീയ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പൊളിട്രിക്സാണ്, അതേ ഉള്ളൂ. അതതിൽ അണ്ടർസ്റ്റുഡാണ്. ഇതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടും, കുതിരക്കച്ചവടം നടക്കും, ഇതെല്ലാം അറിയാം. എന്നാൽ ഇതെവിടെയാണ് സംഭവിക്കുന്നത്? ദൈവമക്കളുടെ ഇടയിൽ സംഭവിക്കുന്നു. ഓർക്കുക, ദ ക്ലോസർ ദ റിലേഷൻഷിപ്പ്, ദ മോർ സിവിയർ ദി ഒഫൻസ്, അല്ലെങ്കിൽ ഡീപ്പർ ദ കട്ട്, ഡീപ്പർ ദ വൂൺസ്. ബന്ധം കൂടുതൽ ഉറ്റതാകും തോറും ഇടർച്ചയുടെ ആഘാതം വലുതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ശത്രുക്കളിൽ നിന്ന് നല്ല ഒഫൻസ് ഉണ്ടാകുന്നത് മുഴുവൻ അടുത്ത് നിൽക്കുന്നവരിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ആരാണ്? ഭൂമിയിലെ ബന്ധങ്ങളിൽ ഭാര്യയും ഭർത്താവുമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞാൽ അതൊരു കവനന്റ് റിലേഷൻഷിപ്പാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കവനന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ ഒരു ചെറിയ ഉലച്ചിലുണ്ടായാൽ, ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ ഏതെങ്കിലും രീതിയിൽ ഹേർട്ട് ചെയ്താൽ അത് വളരെ ആഴമുള്ളതായിരിക്കും. കാരണം ഏറ്റവും അടുപ്പമുള്ള അവിടെയാണ്.
അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സ്, ആത്മീയ സുഹൃത്തുക്കൾ, മിനിസ്ട്രി പാർട്ട്നേഴ്സ്, ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നവർ തുടങ്ങി ഒരു നുകത്തിൽ പൂട്ടപ്പെട്ട 2 മിനിസ്ട്രി പാർട്ട്നേഴ്സ്, ഇവരൊക്കെ തമ്മിലുണ്ടാകുന്ന വിശ്വാസവഞ്ചനയോ ഒഫൻസോ ഹേർട്ടോ ഒക്കെ വളരെ ഡീപ്പായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇതുപോലെ ഒഫൻസ് ഉണ്ടായാൽ, ഒരു ചതി ഉണ്ടായാൽ, ഉദാഹരണത്തിന് ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നു, വിശ്വസിച്ച് കൈകൊടുത്ത് ഒരു പുരുഷൻ്റെ പുറകെ ഒരു സ്ത്രീ പുറപ്പെടുന്നു, ഒരു പെൺകുട്ടി പുറപ്പെടുന്നു, അയാൾക്കുള്ള ബന്ധം മറച്ചു വെക്കുന്നു. അയാൾക്ക് മുന്നമേ ഒരു ബന്ധമുണ്ട് ഒരു പെൺകുട്ടിയായിട്ട്, അത് മറച്ചു വെച്ചിട്ട് ഈ പെൺകുട്ടിയെയും കൊണ്ടുപോകുന്നു. ജീവിതം തുടങ്ങും. കുറേ കഴിയുമ്പോൾ പതുക്കെ ഫോൺ കോളുകൾ വരുന്നു, ഇടയ്ക്ക് കാണുന്നില്ല, ചില രാത്രികളിൽ ഇവിടെ ഇല്ല, ബിസിനസ് ട്രിപ്പാണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള കളികൾ നടന്ന് അവസാനം ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. എൻ്റെ ജീവിതം ഞാൻ വിശ്വസിച്ചേൽപ്പിച്ച ഈ പുരുഷൻ എന്നെ വഞ്ചിച്ചിരിക്കുന്നു. ഓ, ദ ഒഫൻസ്. ഇങ്ങനെയുള്ള നൂറുകണക്കിന് വിഷയങ്ങളാണ് ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്, ഞാൻ കേട്ടിട്ടുള്ളത്, പ്രാർത്ഥിച്ചിട്ടുള്ളത്. That is very deep. ഇത് തിരിച്ചു മറിച്ചും എല്ലാം വരാം. ഇത് ഈ മറ്റൊരു റിലേഷൻഷിപ്പ് മാത്രമല്ല, സാമ്പത്തിക കാര്യങ്ങളിൽ വരാം, വാക്കുകളിൽ വരാം, ഇടപാടുകളിൽ വരാം, അഹങ്കാരങ്ങൾ വരാം. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് സബ്മിസീവ് ആകാതിരിക്കുമ്പോൾ വരാം. അനുസരണം, കർത്താവിൽ അനുസരിക്കാൻ പറ്റാം, അതില്ലാത്തപ്പോൾ ഈ ഹേർട്ട് ഓഫൻസ് വരാം. എപ്പോഴും ഡംഭിച്ച് സംസാരിക്കും. വചനത്തിലൊരു ഭാഷയാണ്, ഇങ്ങനെ അഹങ്കരിച്ച് സംസാരിക്കുമ്പോൾ വരാം. ഞാൻ ഇവിടുത്തെ അല്ല, ഞാനാണ് ഈ വീട് നടത്തുന്നത് എന്ന് ഭാര്യ പറയുമ്പോൾ ഭർത്താവിന് വരാം. ഭർത്താവ് ഇമ്പിളക്കിയാലും വരും. ഇപ്പം എൻ്റെ ഇത്രയും നാളുള്ള അധ്വാനം അവിടെ പോയി. ഭർത്താവ് ഞാനാണല്ല എന്ന് പറയുമ്പോഴും ഭാര്യയ്ക്ക് വരാം, മക്കൾക്ക് വരാം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ വരുന്ന ഹേർട്ട് വളരെ ഡീപ്പാണ്. കാരണം ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഓൺ എർത്ത് ആഫ്റ്റർ ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവം കഴിഞ്ഞാലുള്ള ബാക്കിയുള്ള ബന്ധത്തിൽ. ഇനി എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രിൻസിപ്പിൾ, ഓൺലി ദോസ് യു കെയർ അബൌട്ട് ക്യാൻ ഹേർട്ട് യു. നിങ്ങളെ ആരാണ് മുറിപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ, നിങ്ങൾ സ്നേഹിക്കുന്നവർ. ഈ ചിലരുടെയൊക്കെ വാട്സപ്പ് സ്റ്റേറ്റസ് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഉണ്ടായിരിക്കും. വാട്സപ്പ് സ്റ്റേറ്റസ് അല്ലെങ്കിൽ വാട്സപ്പിലെ നറേഷനൊക്കെ അവരങ്ങനെ ഇടുന്നത്. അവരെ സംബന്ധിച്ചുള്ള എല്ലാ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യും. പക്ഷെ ആ സുഹൃത്തിൽ നിന്നൊരു ഹേർട്ട് കിട്ടട്ടെ, അപ്പോഴറിയാം എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നുള്ളത്. ഡീപ്ലി ഹേർട്ടാവും, ബ്ലീഡ് ചെയ്യും. ദ ഫാക്ട് ദാറ്റ് യു ആർ മിസ്ട്രീറ്റഡ് doesn't give you permission to hold on to an offense. ഓക്കെ, നിങ്ങളെ ഒരാൾ മിസ്ട്രീറ്റ് ചെയ്തു, ഭാര്യയോ ഭർത്താവോ മക്കളോ, ഏറ്റവും നിങ്ങൾ സ്നേഹിച്ച, കരുതിയ, വളർത്തിയെടുത്തവരൊക്കെ നിങ്ങളെ മിസ്ട്രീറ്റ് ചെയ്തെന്നിരിക്കട്ടെ. എന്നതുകൊണ്ട് അകത്ത് ഒരു ഒഫൻസ് വെച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണ്. അബ്രഹാം എന്നെ ദൈവം വിളിച്ചപ്പോൾ കനാൻ നാട്ടിലേക്കുള്ള യാത്ര പുറപ്പെട്ട സമയത്ത് ഒരു അപ്പനില്ലാത്ത മോനുണ്ടായിരുന്നു. തൻ്റെ സഹോദരപുത്രൻ. ആരാണത്? ലോത്തിനെ കൊണ്ട് കൂടെ കൂട്ടി. നെവ്യൂ അല്ലേ, അവനെയും കൂട്ടി. ഒന്നുമില്ലാതെ അപ്പനില്ലാതെ നടക്കുന്ന ചെറുക്കന് നീയും കൂടിക്കൂടെ വാടാ. അപ്പം അങ്ങനെ ഒന്നുമില്ലാത്തവനായി, പിതാവില്ലാതെ ഒന്നുമില്ലാത്തവനായി തന്നോടൊപ്പം കൂടിയ ലോത്തിനെയും ദൈവം പതുക്കെ ഉയർത്തി വളർത്തി അനുഗ്രഹിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ലോത്തിൻ്റെ ഇടയന്മാർ അബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിലൊക്കെ പ്രശ്നമുണ്ടായി. കാരണം അതുപോലെ രണ്ടും വളർന്നു. അപ്പം ഈ വളർച്ചയുടെ ഒന്നുമില്ലാത്തവനായിരുന്ന, ദൈവം വിളിച്ചത് അബ്രഹാമിനെയാണ്, ഒന്നുമില്ലാത്തവനായിരുന്ന ലോത്ത് അബ്രഹാം നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷെ ലോത്തിന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, മക്കളെ ഒരു കാരണവശാലും അബ്രഹാമിൻ്റെ ഇടയന്മാരുമായി നിങ്ങൾ തല്ലുകൂടാൻ പോകരുത്. നമ്മൾ ഇത്രയും വളർന്നത്, നമ്മൾ ഇത്രയും ആയത് ഈ അബ്രഹാം നിമിത്തമല്ലേ, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ തല്ലുകൂടാൻ പോകരുത്. നോ, നമ്മൾക്ക് ഇല്ലെങ്കിൽ ഇല്ല, അത് മതി. നമ്മൾ ഇന്നായിരിക്കുന്നത് അദ്ദേഹം നിമിത്തമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു.
പക്ഷെ അത് ചെയ്തില്ല. പക്ഷെ അബ്രഹാം കുറച്ചുകൂടി മെച്ചൂർഡായിട്ട് പറഞ്ഞു, ലോത്തെ ഇവിടെ വാ, ഏകദേശം വിശാലമാണല്ലോ, കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് നീ ഒരു പണി, നീ നിൻ്റെ ആട്ടിൻകുട്ടോ നിനക്ക് ദൈവം തന്നുമായിട്ട് അങ്ങോട്ട് പോകും, ഞാൻ ഇങ്ങോട്ട് പോകാം, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കോളാം. ഉടനെ തന്നെ ലോത്ത് പറഞ്ഞു, ഓക്കെ എനിക്ക് ഇത് മതി. നല്ല ഗ്രീൻ മെഡോസ് പാസ്റ്റേഴ്സ് ഉള്ള നല്ല പുൽത്തകടിയുള്ള പച്ചപ്പുള്ള ദേശം എടുത്തിട്ട് അങ്ങ് പോയി. ആര് പോയി? ലോത്ത് പോയി. ലോത്തും പരിവാരങ്ങളും എല്ലാമായിട്ട് പോയി. അതായിരുന്നു സൊദോം ആൻഡ് ഗൊമോറ. അന്ന് പച്ചിപ്പുണ്ടായിരുന്നെങ്കിലും ഏറ്റവും ദുഷ്ട മനുഷ്യർ ജീവിച്ചിരുന്ന, സെക്ഷൽ പെർവേഷൻസ് ഉണ്ടായിരുന്ന, ഹോമോസെക്ഷുവാലിറ്റി നിലവിലിരുന്ന, ദൈവത്തെ കോപിപ്പിച്ച ഒരു സ്ഥലം തിരഞ്ഞെടുത്താണ് പോയത്. പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ അറിയാലോ. അവിടെയാണ് ദൈവം എന്ത് ചെയ്തത്? തീയും ഗന്ധകവും പോയി പെയ്യിപ്പിച്ചത്. ഇന്ന് ആ ഭാഗമാണ് ചാവുകടൽ എന്ന് പറയപ്പെടുന്നു, ഡെഡ് സീ. അതുകൊണ്ടാണ് അവിടെ ഈ ഗന്ധകത്തിൻ്റെ അംശവും അന്ന് ആ മിനറൽസും എല്ലാം ഭയങ്കര തിക്കായിട്ട് അവിടെ കിടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അബ്രഹാമോ, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വഴക്ക് വേണ്ട, ഒഫൻസ് വേണ്ട എന്ന് വെച്ച് അദ്ദേഹം വലിയൊരു ഹൈവേ എടുത്ത്, എന്ന് വെച്ചാൽ കുറച്ചുകൂടി മുകളിലൂടെ വേറൊരു ഇതിലേക്ക് മാറി ദൈവം അബ്രഹാമിനെ അവിടെ അനുഗ്രഹിച്ചു. സോ അങ്ങനെ ഒരു 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 ഹൃദയം ദൈവം നമുക്കെല്ലാവർക്കും തരട്ടെ. ചോദ്യം: ഏതെങ്കിലും കൂട്ടായ്മയിൽ, ഏതെങ്കിലും ജോലി സ്ഥലത്ത്, വിവാഹ ജീവിതത്തിൽ, ഏതെങ്കിലും ബന്ധങ്ങളിൽ, ക്ലബ്ബുകളിൽ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒഫൻഡഡ് ആയിട്ടുണ്ടോ? അകത്ത് നിന്ന് വിട്ടുമാറാതെ ഇപ്പോഴും കയ്പോ വെറുപ്പോ കോപമോ ക്രോധമോ വിദ്വേഷമോ വിഷമോ അകത്തിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അത് മുഴുവൻ എടുത്ത് കളയണം. അതായത് ബാക്കി കാര്യങ്ങൾ പിന്നീട്, സ്വന്തം ജീവിതത്തിനകത്ത് നിന്ന് നമ്മളത് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ജീവിതം അവിടെ തീർന്നു. ഇനി അങ്ങോട്ട് ജീവിതമില്ല. വെറുതെ ചക്രം കറങ്ങുന്നത് പോലെ കറക്കാന്നേ ഉള്ളൂ. ഒരു ലീനിയർ മോഷൻ, ഒരു ഫോർവേഡ് മാർച്ച് ഇല്ല. എന്താണ് തീരുമാനം? ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ചിലർക്ക്, നിങ്ങളിൽ ചിലർക്ക് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ കൈ കാണും. നിങ്ങൾക്ക് ഉണ്ടായ സംഭവം എന്താണ്? നിങ്ങൾക്കൊരു ഒത്തിരി ദീർഘമായ മെസ്സേജുകൾ ദയവായി ഇടരുത്. 3 മിനിറ്റ് 4 മിനിറ്റ് കൂടുതൽ മെസ്സേജുകൾ ഇടരുത്. കാരണം ഒത്തിരി ഉണ്ടാകും. ഞാൻ കേൾക്കാം, ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള വിഷമങ്ങളിലൂടെ പോകുന്നവർ ഒരുപക്ഷെ അത് തുറന്നു പറയുമ്പോൾ തന്നെ ഒരു വിടുതൽ വരാൻ സാധ്യതയുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ളവർ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. സമയം പോലെ, ചിലപ്പോൾ ഒറ്റയടിക്ക് മറുപടി കിട്ടിയില്ലെന്നിരിക്കും. ചില മറുപടികളൊക്കെ അയക്കാൻ വിട്ടുപോകാറുമുണ്ട്. കാരണം അത്രയും എണ്ണം വരുമ്പോൾ ചില സമയത്ത് ഞാനൊരു മനുഷ്യനാണ്, വിട്ടുപോകും. അതിലിനി ഒരു ഒഫൻസ് ഉണ്ടാകരുത്. പ്രാർത്ഥിക്കും. കർത്താവേ, തിരുനാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇതെല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണേ. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ ടുമോറോ. ബൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആൻഡ് സ്റ്റുഡൻറ് ബ്ലെസ്സിംഗ് പ്രെയർ തിരുവനന്തപുരം. മെയ് 10 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ബ്രദർ ഡാമിയൻ ആന്റണിയും സിസ്റ്റർ ക്ഷമ ഡാമിയനും കുടുംബമായി ശുശ്രൂഷിക്കുന്നു. സ്ഥലം രാജധാനി ഓഡിറ്റോറിയം, കോട്ടയ്ക്കകം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു.